നമസ്കാരം. മലയാളികൾക്കേറെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ളൊരു സൂപ്പർ ഹീറോ മൂവി നമ്മുടെ നാട്ടിൽ ഇറങ്ങി. ലോക എന്നാണ് ആ മൂവിയുടെ പേര്. അപ്പോൾ ഒരു സൂപ്പർ ഹീറോ മൂവിക്ക് വേണ്ടിയിട്ട്, ഒരു ഫാന്റസി ജോണറിലുള്ള മൂവിക്ക് വേണ്ടിയിട്ട് ക്രേവ് ചെയ്തിരുന്ന മലയാളികളൊക്കെ തന്നെ ആ മൂവിയെ ഇരു കൈകളിൽ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ മൂവിക്ക് ഇത്രയും പ്രേക്ഷക പിന്തുണ കിട്ടിയത്. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും മൂവിയെ പറ്റിയിട്ട് നല്ല അഭിപ്രായമാണ് പുറത്തു വരുന്നത്. അപ്പോൾ ഇത്തരം ഒരു മൂവി റിലീസാകുമ്പോൾ നമുക്കൊക്കെ സന്തോഷമാണ്. കാരണം നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. മലയാള സിനിമാ മേഖല പൊതുവെ ഈ ഫാന്റസി ജോണറൊന്നും അധികം എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, എക്സ്പെരിമെന്റ് ചെയ്തിട്ടില്ല. സയൻസ് ഫിക്ഷൻ മൂവികളൊക്കെ തന്നെ നമ്മുടെ നാട്ടിൽ കുറവാണ്. നമ്മൾ ഈ അന്യഭാഷകളിൽ മാത്രമാണ് അത്തരം സിനിമകളൊക്കെ കണ്ടിട്ടുള്ളത്. അപ്പൊ ഈ അന്യഭാഷയിൽ അത്തരം സിനിമകൾ കണ്ട് അത്തരം സിനിമയോടൊക്കെ തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. ആ ജോണറിലൊക്കെയുള്ള സിനിമകൾ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. അത്തരം സിനിമകൾ മലയാളത്തിലും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒത്തിരി പ്രേക്ഷകരുണ്ട്. അവരൊക്കെ തന്നെ ഇത്തരം സിനിമകൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. ഇനിയുള്ള കാലഘട്ടത്തിൽ ഉറപ്പായിട്ടും മലയാള സിനിമാ മേഖലയിൽ ഇത്തരം സിനിമകൾ നമുക്ക് പ്രതീക്ഷിക്കാം. എന്നാൽ നല്ലത് ആര് ചെയ്താലും അവിടെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന, അവിടെ തെറ്റ് കണ്ടെത്താൻ വരുന്ന ചില കുത്തിത്തിരിപ്പുകാരുണ്ടല്ലോ, ചില പൊട്ടന്മാർ, അവരെയൊക്കെ പൊട്ടന്മാരെന്ന് വിശേഷിപ്പിക്കാം. കാരണം അവരൊക്കെ പറയുന്ന, മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ വാസ്തവ വിരുദ്ധമാണ്. ഇപ്പൊ ഈ ലോക മൂവി ബോയ്ക്കോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് നോർത്തിൽ നിന്നുള്ള ചില പൊട്ടറ്റോസ് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ലോക മൂവി ആന്റി ഹിന്ദു പ്രൊപ്പഗണ്ടയാണത്രേ. ഇത് ഹിന്ദുയിസത്തിനെ നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യും, ഹിന്ദുക്കളെ നെഗറ്റീവായിട്ട് ചിത്രീകരിച്ചേക്കാണ്. മാത്രമല്ല ഇതിൻ്റെ നിർമ്മാതാവും സംവിധായകനും ഒക്കെ തന്നെ അന്യമതസ്ഥരാണ്. ദുൽഖർ സൽമാൻ അന്യമതസ്ഥരാണ്. പിന്നെ മെയിൻ നായകൻ അന്യമതസ്ഥനാണ്. അത് മാത്രമല്ല കല്യാണി പ്രിയദർശന് എതിരെയും ഉണ്ട്. കല്യാണി പ്രിയദർശൻ പൈസ വാങ്ങിച്ച് ഹിന്ദുക്കളെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന അത്രേ. അല്ല, ഞാൻ ആലോചിക്കുന്നത് ഇവന്മാരൊക്കെ പൊട്ടന്മാരാണോ? പൊട്ടന്മാരാണെന്നേ. കാരണം എന്താണെന്നറിയാമോ? ഈ മൂവിയുടെ ജോണർ എന്താന്നുള്ളത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊരു ഫാന്റസി മൂവിയാണ്, ഫാന്റസി അഡ്വഞ്ചർ മൂവിയാണ്. ഫാന്റസി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഫാന്റസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് റിയാലിറ്റിയുമായിട്ട് ഒരു ബന്ധവും ഇല്ല. അത് വെറും ഭ്രമമാണ്. ഫാന്റസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രമമാണ്, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കെട്ടുകഥ. അപ്പോൾ ഈ കഥയുടെ സൃഷ്ടാവെന്ന് പറയുന്നത് അതിൻ്റെ റൈറ്റേഴ്സ് മാത്രമാണ്. ഇനി 2 റൈറ്റേഴ്സ് ഉണ്ട്, അവർ മാത്രമാണ് ഈ കഥ സൃഷ്ടിച്ചെടുത്തത്. അതിന് റിയാലിറ്റിയുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പൊ അത്തരം ഒരു സിനിമയിൽ പോലും ഇത്തരം എലമെന്റ് ഉണ്ട് എന്ന് പറഞ്ഞ് കണ്ടെത്തി വെറുതെ കുത്തിത്തിരിപ്പുണ്ടാക്കുമല്ലേ. നല്ലൊരു സിനിമ ഇറങ്ങിയപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അസൂയാണ്. നമ്മുടെ മലയാള സിനിമാ മേഖലയിൽ ഇത്തരം സിനിമകളൊക്കെ ഇറങ്ങുന്നുണ്ടല്ലോ. മറ്റ് ഏത് ഫിലിം ഇൻഡസ്ട്രിയെക്കാട്ടിലും, ഇന്ത്യയിലുള്ള മറ്റേത് ഫിലിം ഇൻഡസ്ട്രിയെക്കാട്ടിലും ഏറ്റവും കൂടുതൽ ആൾക്കാർ താല്പര്യപ്പെടുന്നത് മലയാള സിനിമകൾ കാണാനാണ്. മറ്റ് ഭാഷയിലുള്ള ആൾക്കാർ പോലും മലയാള സിനിമ കാണാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, താല്പര്യപ്പെടുന്നുണ്ട്. മലയാള സിനിമയ്ക്ക് നല്ല രീതിയിലുള്ള പിന്തുണ ലഭിക്കുന്നുണ്ട്. അപ്പം മലയാളികൾ ഇത്തരം സബ്ജക്റ്റ് എക്സ്പെരിമെന്റ് ചെയ്യുന്നു, ആ സബ്ജക്റ്റുകൾക്ക് നല്ല രീതിയിൽ പ്രേക്ഷക പിന്തുണ കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അസൂയയാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ ആന്റി ഹിന്ദു പ്രൊപ്പഗണ്ട എന്തോന്നടേ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനെ നമ്മൾ റിലീജിയനുമായിട്ടൊന്നും കണക്റ്റഡ് ആക്കണ്ട. പക്ഷെ എന്നാലും എല്ലാ റിലീജിയനിലും നെഗറ്റീവായിട്ടുള്ള സംഭവങ്ങളുണ്ട്. എല്ലാ റിലീജിയനിലും നെഗറ്റീവായിട്ടുള്ള എലമെന്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തൊരു സംഭവമായിക്കോട്ടെ, ഈ ലോകത്തുള്ള എന്ത് സംഭവമാണെന്നുണ്ടെങ്കിലും നെഗറ്റീവിലൂടെയും പോസിറ്റീവിലൂടെയുമാണ് ആ സംഭവം എല്ലാം കണക്ട് ചെയ്ത് വന്നിട്ടുള്ളത്. അതങ്ങനെയാണ് പണ്ട് കാലത്ത് പല ആൾക്കാരും കാണിച്ചിട്ടുള്ളത്. ഇപ്പം ഹിന്ദു കിങ് ആയിക്കോട്ടെ, മുസ്ലിം കിങ് ആയിക്കോട്ടെ, ക്രിസ്ത്യൻ കിങ് ആയിക്കോട്ടെ, ഈ കിങ്ങുകളൊക്കെ കാണിച്ചിട്ടുള്ള വേലത്തരങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകും. അപ്പോൾ അതിനകത്ത് റിലീജൻ എന്ന് പറയുന്നൊരു സംഭവമില്ല. എന്തൊരു സംഭവമാണെങ്കിലും അതിൻ്റെ ഡെവലപ്പിംഗ് സ്റ്റേജിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമ എന്ന് പറയുന്നത് എൻ്റയർലി ഒരു ഫിക്ഷനാണ്, എൻ്റയർലി ഒരു ഫാന്റസി മൂവിയാണ്. വേറൊരു ഉദാഹരണം ഞാൻ പറയാം, ഒരു സിനിമയെ വെച്ചിട്ട് ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ ദശാവതാരം മൂവി അറിയാമല്ലോ, കമൽഹാസന്റെ ദശാവതാരം മൂവി 10 അവതാരാസിനെ ഡെപ്പിക്റ്റ് ചെയ്യുന്ന ഒരു മൂവിയാണ്. അതൊരു എപ്പിക് പ്ലസ് സയൻസ് ഫിക്ഷൻ മൂവിയാണ്. നമ്മുടെ ഹിന്ദുയിസത്തിലെ എപ്പിക്, പുരാണങ്ങളിൽ പറഞ്ഞിട്ടുള്ള ആ സ്റ്റോറി, മിത്തോളജിക്കൽ സ്റ്റോറിയും സയൻസ് ഫിക്ഷനും ശകല ഫാന്റസി എലമെന്റും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുണ്ടാക്കിയ ഒരു സിനിമയാണ് ഈ ദശാവതാര സിനിമ. അതിനകത്ത് ഒരുപാട് ഹിന്ദുയിസം എലമെന്റുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതിനകത്തൊരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറിയാണ് ഇതിനകത്തെ ഈ ബട്ടർഫ്ലൈ ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം
വരുന്നത്. ആ സ്റ്റോറിയിൽ പണ്ട് കാലത്ത് നടക്കുന്ന കാര്യമാണ്, 12th സെഞ്ചുറിയിലെങ്ങാണ്ട് നടക്കുന്ന ഒരു കാര്യമാണ്, ഈ ചോള രാജാക്കന്മാരുടെ ആ ഒരു സമയത്ത് നടക്കുന്ന ഒരു സംഭവം. അതിനകത്ത് വൈഷ്ണവ ഭക്തരും ശിവഭക്തരും അത് രണ്ട് ചേരികളായിട്ട് തിരിഞ്ഞേക്കാണ്. അത് പണ്ട് കാലത്ത് നടന്നതാണ്, ഹിസ്റ്റോറിക്കലി നടന്ന സംഭവമാണ്. വിഷ്ണു ഭഗവാന്റെ ഭക്തരായിട്ട് ഒരു വിഭാഗവും ശിവഭഗവാനെ പൂജിക്കുന്ന മറ്റൊരു വിഭാഗവും. യഥാർത്ഥ ഹിന്ദുയിസം തലയ്ക്ക് പിടിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്കറിയാം എല്ലാ ദൈവങ്ങളും ഒരുപോലെയാണ് എന്നറിയാം. അപ്പോൾ ശിവഭക്തർ ഒരു ചേരിയായിട്ട് തിരിഞ്ഞേക്കുന്നു, വിഷ്ണു ഭക്തർ. അപ്പോൾ ശിവഭക്തനായിട്ടുള്ള രാജാവ് ഒരു വിഷ്ണുവിൻ്റെ അമ്പലം തകർക്കാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് അവിടെ പൂജാരിയായിട്ടുള്ള വിഷ്ണു ഭക്തനായിട്ടുള്ള വ്യക്തി, അത് കമൽഹാസനാണ്. അപ്പോൾ പുള്ളിക്കാരൻ അതിനെ എതിർത്തിട്ട് നമ്മുടെ വിഷ്ണു ഭഗവാന്റെ ആ വിഗ്രഹത്തോടൊപ്പം തന്നെ കടലിലേക്ക് പോകുന്നു. ആ ഒരു സംഭവം അത് ശരിക്കും പറഞ്ഞൊരു നെഗറ്റീവ് സാധനമല്ലേ, ഹിന്ദുയിസത്തിലുള്ളൊരു നെഗറ്റീവ് സാധനമല്ലേ അവിടെ ഡെപ്പിക്റ്റ് ചെയ്തേക്കുന്നത്. അത് മാത്രമല്ല, അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ റിലീജിയസ്ലി നമ്മുടെ മതപരമായിട്ടുള്ള ആൾക്കാരെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഈ സിനിമയുടെ മെയിൻ പ്രൊട്ടഗോണിസ്റ്റ് കമൽഹാസൻ, ഒരു ബയോ സയന്റിസ്റ്റ്. അയാള് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല. മെയിൻ ആക്ട്രസ്, നായകനും നായികയും രണ്ടും വ്യത്യസ്ത സ്വഭാവക്കാരാണ്. നായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളല്ല, ദൈവം അങ്ങനത്തെ കോൺസെപ്റ്റിനോടൊന്നും നായകന് ഒരു താല്പര്യവും ഇല്ല. പക്ഷെ നായിക ഭയങ്കര ഓവർ ഭക്തയാണ് അല്ലെ, ദൈവത്തിൽ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നു. അപ്പൊ ഈ നായകൻ പല സന്ദർഭങ്ങളിൽ നായികയെ കളിയാക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ വെറും ഫൂളിഷാണ് എന്ന് പറയുന്ന കുറേ സന്ദർഭങ്ങളുണ്ട്. ഏറ്റവും ഒടുവിൽ മാത്രമാണ് നായകൻ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്, പല കാര്യങ്ങളുടെയും അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പൊ ഇതിനകത്ത് ഒരുപാട് റിലീജിയസ്ലി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് റിലീജിയനെ ഹേർട്ട് ചെയ്യുന്ന എലമെന്റ് ഉണ്ട്. ഈ കാലഘട്ടത്തിലായിരുന്നു, ഈ ഒരു സമയത്താണ് അത് ഇറങ്ങിയത് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ പുകിലുണ്ടായാന്. കമൽഹാസനെ ചിലപ്പോൾ ആൾക്കാർ ഈ ഇന്ത്യയിൽ നിന്ന് തന്നെ ബോയ്ക്കോട്ട് ചെയ്യാൻ പറഞ്ഞേനെ. അത്തരം സംഭവങ്ങളൊക്കെ ആ സിനിമയിലുണ്ട്. പക്ഷേ അത് സിനിമയാണ്. സിനിമയെ സിനിമയായി കാണാനും റിയാലിറ്റിയെ റിയാലിറ്റിയായി കാണാനും പഠിക്കുന്ന ആൾക്കാർ, അതാണ് പറയുന്നത്, തലയ്ക്കകത്ത് വല്ലതും വേണം. ഇതിനകത്ത് ബ്രെയിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. പകരം ഇതിനകത്ത് പൊട്ടറ്റോയാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ റിയാലിറ്റിയും സിനിമയും തമ്മിൽ ഒരുപോലെയാണെന്ന് തോന്നിപ്പോവും. ഇത് വെറും സിനിമയാണ്. ഈ സിനിമ എന്ന് പറയുന്നത് എങ്ങനെ റിയാലിറ്റി ആവുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിനകത്ത് ചില സ്പോയിലർ തരരുതല്ലോ. ഈ ലോക മൂവിക്കകത്ത് കാണിക്കുന്ന ചില രംഗങ്ങൾ, ചില കാര്യങ്ങൾ, അതിനകത്ത് നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ എങ്ങനെയാണോ മിത്തുകൾ പറയുന്നത് അതേ രീതിയിലാണ് അതിനകത്തെ മിത്ത് പറഞ്ഞു വെച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്ത് പണ്ട് കാലത്ത് കാണിക്കുന്ന ചില കാര്യങ്ങൾ എന്തോ ഹിന്ദുയിസത്തിനെതിരാണ്, അത് ക്രിസ്ത്യാനിറ്റിയെ പുകഴ്ത്തുന്നു, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നത്. അതിനെ വെറും ഫാന്റസി ആണ് എന്ന രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നവും വരത്തില്ല. അതിനകത്ത് പ്രശ്നം ഉണ്ടാക്കാൻ നമുക്ക് തോന്നത്തില്ല. എന്തൊരു പൊട്ടന്മാരാണ്. സിനിമ എന്ന് പറയുന്നത് സിനിമയാണ്, അത് ആദ്യം മനസ്സിലാക്കുക. സിനിമയെ സിനിമയായിട്ട് കാണുക. പിന്നെ ഭയങ്കര എക്സ്ട്രീമായിട്ട് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എഗിനസ്റ്റ് ആയിട്ട് പറയാം, അത് എഗിനസ്റ്റ് ആണ്, അത് തെറ്റാണ് എന്ന് പറയാം. പക്ഷെ ഇതൊരു ഫാന്റസി സിനിമയല്ലേ, ഫാന്റസി ജോണർ അല്ലേ. അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരു കെട്ടുകഥയാണ്, അത് റിയാലിറ്റി അല്ല. ചില സിനിമകൾ റിയാലിറ്റിയുമായിട്ട് നല്ല സാമ്യമുള്ള സിനിമകൾ ഉണ്ടാകും. അതാ ഞാൻ പറഞ്ഞ ഈ ദശാവതാരം മൂവി എന്ന് പറയുന്നത് റിയൽ ഹിന്ദു മിത്തോളജിയുമായിട്ട് നല്ല സാമ്യമുണ്ട്. ഇവിടെ ഹിന്ദു മിത്തോളജിയുമായിട്ടൊന്നും ഒരു സാമ്യവും ഇല്ല, അതിനകത്ത് അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അതൊരു വെറും ഫാന്റസിയാണ്, പ്യുവർ ഫാന്റസി മൂവിയാണ്. അപ്പം നല്ലതിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുക, അതിനകത്ത് ഈ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ശ്രമിക്കാതിരിക്കുക, കുറച്ചൊക്കെ ഒന്ന് വിവേകത്തോടു കൂടിയിട്ട് ചിന്തിക്കുക. നമ്മളെ മനുഷ്യരാക്കി മാറ്റുന്നത് നമ്മുടെ വിവേകമാണ്, നമ്മുടെ ഈ ബ്രെയിനാണ്, നമ്മുടെ ഈ ബുദ്ധിയാണ്. അപ്പം അത് പണയം വെച്ചിട്ട് ഇങ്ങനെ ചുമ്മാ ഇരുന്ന് വെറുതെ ഹിന്ദുക്കളെയും കൂടി നാണം കെടുത്താതിരിക്കുക. അതേ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് ബുദ്ധിയുണ്ട്, വിവരമുണ്ട്, വിവേകമുണ്ട്. അല്ലാതെ ബ്രെയിൻ എടുത്ത് മാറ്റിയിട്ട് പൊട്ടറ്റോ എടുത്ത് വെച്ചിട്ട് ചിന്തിക്കാതിരിക്കുക.